ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവാണെന്നുണ്ടെങ്കിൽ ആകെ ഭയങ്കര കരഞ്ഞ് ബോധമൊക്കെ പോകുവാണ്. ആ സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മനോഹർ വരുമ്പോഴേക്കും സരയു നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞെ കാണാനില്ലെന്നൊക്കെ പറയാണ്. ഇവിടെ ക്യാമറ ഉണ്ടല്ലോ, ക്യാമറയെ പരിശോധിക്കാമെന്ന് മനോഹർ പറയാണ്. അങ്ങനെ ലാപ്ടോപ്പ് ക്യാമറയിൽ ഇതായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം മനോഹർ നോക്കുമ്പോഴേക്കും ഒരു ഭിക്ഷാടകം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കുഞ്ഞിനായിട്ട് പോകുന്നത് കാണുന്നുണ്ട്. അതായത് ഭിക്ഷാടകം വന്നതും കാണുന്നുണ്ട്, പോകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അത് കാണുമ്പോഴേക്കും സരയു ബോധം കെട്ട് വീഴുകയാണ്. അയ്യോ എൻ്റെ കുഞ്ഞിനെ ഭിക്ഷാടകം കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ട് വീഴുവാണ്. മനോഹറിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് രൂപ ഈ കാര്യങ്ങളൊക്കെ അറിയണത്. രൂപ രാഹുലിനോട് ചോദിക്കേണ്ടത്, സത്യം പറയട്ടെ, ഏട്ടനും ഏട്ടത്തെയും കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ചെയ്ത പരിപാടിയാണിത്? ഇല്ല രൂപ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ പറയും കേട്ടോ. പക്ഷേ രൂപക്ക് അതൊട്ടും വിശ്വാസമില്ല. അങ്ങനെ രൂപ അവിടെ ഒരു ക്യാമറ പിടിച്ചിട്ടുണ്ടല്ലോ രാഹുലിന് അറിയാണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കുകയാണ് ശരിക്കും രാഹുലും ഷാരിയും കൂടി കൂടിയിട്ടാണ് ഈ കുഞ്ഞിനെ എടുത്ത് മാറ്റിയെന്നുള്ള സത്യം മനസ്സിലാക്കുവാട്ടോ നമ്മുടെ രൂപ. അതിനുശേഷം രൂപ ഈ കാര്യം നമ്മുടെ കിരണിനോടും കല്യാണം എടുത്ത് പറയുന്നുണ്ട്. കിരണും കല്യാണം കൂടി അതിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇയാളുടെ രൂപവും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ അന്വേഷിച്ച് കുഞ്ഞിനെ കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം രൂപ നമ്മുടെ എന്തായാലും രാഹുലിട്ടും ഷാരിക്കിട്ടും ഒരു പണി കൊടുക്കാം എന്ന് വെച്ചൊരു സത്യങ്ങളല്ലാതെ തന്നെ നമ്മുടെ സരയുവിനോട് പറയാണ്, മോളെ വേറൊന്നുമല്ല, നിന്നെയും കിരണിനെയും കൊണ്ടിട്ട് എത്ര പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിൻ്റെ അച്ഛൻ ചെയ്ത പണിയാണ് ഇതൊക്കെ, എൻ്റെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ തെളിവ് രൂപ സരയുവിനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ആ സമയത്ത് സരയുവിന് മനസ്സിലാവാണ് തൻ്റെ അച്ഛനും അമ്മയും എന്തുമാത്രം ക്രൂരതയാണ് തന്നോട് ചെയ്തിരിക്കണമെന്നുള്ളത്. അതോടുകൂടി സരയു എന്തായാലും നമ്മുടെ ഷാരിനെയും രാഹുലിനെയും പൂർണ്ണമായിട്ട് വെറുക്കുകയും ചെയ്യും. അതുമാത്രമല്ല ഷാരി തൻ്റെ സ്വന്തം അമ്മയല്ല എന്നുള്ള സത്യം സരയു മനസ്സിലാക്കുകയും ചെയ്യും. അതുകൂടി മനസ്സിലാക്കുമ്പോഴേക്കും സരയു പറയും, ഓ എൻ്റെ സ്വന്തം അമ്മ അല്ലാത്തതുകൊണ്ടായിരിക്കും കുഞ്ഞിനെടുത്ത് മാറ്റിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.